കൂട്ടുകാരെ, മല്ലുഫ്ലിക്സിൻ്റെ മറ്റൊരു മൂവി സജഷൻസ് വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ട് ഈ സിനിമ ചൂസ് ചെയ്തു എന്ന് പെട്ടെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതായത് ഈ സിനിമയിൽ സയൻസ് ഫിക്ഷൻ ഉണ്ട്, ഫാൻറ്റസി ഉണ്ട്, കോമഡിയും ഉണ്ട്, റൊമാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെ, റൊമാൻസും ഉണ്ട്. ആകെ മൊത്തം ഒരു ഫീൽ ഗുഡ് മൂവിയാണോ എന്ന് ചോദിച്ചാൽ അതെ, ഫീൽ ഗുഡ് മൂവിയാണ്. അങ്ങനെ ഒരുപാട് ജോൺറാസിന്റെ ഒരു മിക്സ് ആണ് ഈ സിനിമ. അതുകൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ ഈ സിനിമയ്ക്ക് പെട്ടെന്ന് സാധിക്കുന്നു. ഏത് ആംഗിളിൽ നോക്കിയാലും ഒരു മോശം സിനിമയാവാൻ ഈ സിനിമയ്ക്ക് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ജോൺറ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഈ സിനിമ ഒരിക്കലും ഇഷ്ടപ്പെടാതെ പോവുകയില്ല. ഇതും പറഞ്ഞ് നമുക്ക് നമ്മുടെ റെക്കമെൻഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ടൈം ലൂപ്പിനെ കുറിച്ച് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. അതായത് സമയം സ്റ്റക്കാവുന്ന ഒരവസ്ഥ, സമയത്തിൻ്റെ ഒരു ലൂപ്പിൽ അകപ്പെടുന്ന നായകനും അല്ലെങ്കിൽ നായികയും. ഇത് നമ്മൾ കുറേ ഹോളിവുഡ് മൂവിയിൽ ഓൾറെഡി കണ്ടിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് ടോം ക്രൂസിന്റെ എഡ്ജ് ഓഫ് ടുമോറോയും സോഴ്സ് കോഡും ഗ്രൗണ്ട് ഹോഗ് ഡേ ഒക്കെയാണ്. പറഞ്ഞു വന്ന കാര്യം മനസ്സിലായല്ലോ. ഈ സിനിമയിലും ഈ സെയിം ലൂപ്പിന്റെ കോൺസെപ്റ്റ് തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒരു കോമഡി നിറഞ്ഞ ഒരു റോം കോം ജോൺറ ഇതിലേക്ക് ഇൻജെക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്തു വരുന്ന കോൺസെപ്റ്റ് ആണെങ്കിൽ കൂടെ നമുക്ക് ഒരിക്കലും മടുപ്പ് തോന്നുന്നില്ല. അതിനെക്കുറിച്ച് കൂടുതൽ ഈ നമുക്ക് മൂവിയുടെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് നോക്കാം. സിനിമയുടെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ ഈ സിനിമയുടെ പേരിൽ ഒരു റെക്കോർഡുണ്ട്. ഹോളിവുഡിലെ തന്നെ ഏറ്റവും വലിയ ഒരു റെക്കോർഡാണിത്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ വീഡിയോയിലെ അവസാനം വരുന്ന ട്രിവ്യ സെക്ഷന് വേണ്ടി കാത്തിരിക്കുക. എന്താണ് റെക്കോർഡ് എന്നറിയാൻ വേണ്ടി എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്ന സിനിമയാണ് 2020 ജൂലൈ 10 അമേരിക്കയിലെ പോപ്പുലർ സ്ട്രീമിംഗ് സർവീസായ ഹുലുവിൽ റിലീസ് ചെയ്ത പാം സ്പ്രിങ്സ്. വലിയൊരു കാസ്റ്റ് തന്നെ ഉണ്ട് സിനിമയ്ക്ക്. ആൻഡി സാംബർഗിനെ എല്ലാവർക്കും അറിയാലോ. നിങ്ങൾ ബ്രൂക്ലിൻ 99 ഒക്കെ കാണുന്ന ഒരാളാണെങ്കിൽ ആൻഡി സാംബർഗിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ക്രിസ്റ്റ്യൻ മിലോട്ടിയാണ് ആക്ട്രസ്സായി വരുന്നത്. ജെ.കെ. സിമൻസും വളരെ ഒരു ഇമ്പോർട്ടൻ്റ് റോള് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. മൂവിയുടെ പ്ലോട്ട് ഇങ്ങനെയാണ്. ഒരു കല്യാണത്തിന് വേണ്ടി ഫാമിലീസും ഫ്രണ്ട്സും എല്ലാവരും ഒത്തുചേരുകയാണ്. അമേരിക്കയിലെ പാം സ്പ്രിങ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു റിസോർട്ടിലാണ് കല്യാണം. അപ്പോൾ ഇന്ന് കല്യാണത്തിൻ്റെ ദിവസമാണ്. കല്യാണത്തിൻ്റെ ദിവസത്തെ രസകരമായ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ വെച്ച് നമ്മുടെ മെയിൻ 2 ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടാം. ആൻഡി സാംബർഗിന്റെ ക്യാരക്ടറിന്റെ പേര് നൈൽസ് എന്നാണ്. നൈൽസ് ഭയങ്കര കൂളായിട്ടുള്ള ഒരാളാണ്. ഏത് നേരവും തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ വലിയ ആരോടും വലിയ കെയർ ഒന്നും ഇല്ലാത്ത ഒരാൾ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മെയിൻ ക്യാരക്ടറാണ് കല്യാണ പെണ്ണിന്റെ സിസ്റ്ററായ സാറ എന്ന ക്യാരക്ടർ. സാറയാവട്ടെ വളരെ വെറീഡും ഈ കല്യാണം എന്ന ചടങ്ങിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളും. അങ്ങനെ ഒരു റെബല്യസ് ആയ ഒരു ക്യാരക്ടറാണ് സാറയുടേത്. അങ്ങനെ ഇവർ രണ്ടുപേരും അന്ന് അവിടെ വെച്ച് കണ്ടുമുട്ടുകയാണ്. ഇനി ഒരുപാട് പറഞ്ഞാൽ സ്പോയിലർ ആവും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയട്ടെ. ഈ ആൻഡി സാംബർഗിന്റെ ക്യാരക്ടർ, അതായത് നൈൽസ്, ഓൾറെഡി ലൂപ്പിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ കെയർ ഫ്രീ ആയിട്ടും ഒന്നിനോടും വലിയ താല്പര്യമൊന്നും ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഭയങ്കര കൂളായിട്ട് നടക്കുന്നത്. ഈ ഓൾറെഡി ലൂപ്പിലുള്ള നൈൽസ് ഈ സാറയെ കണ്ടുമുട്ടി ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവിടെ വെച്ച് സ്റ്റാർട്ട് ആവുമ്പോൾ അത് എങ്ങനെ നൈൽസിന്റെ ഈ ലൂപ്പിനെ ബാധിക്കും? നൈൽസ് ശരിക്കും ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്. കാരണം ലൂപ്പിൽ ഒറ്റയ്ക്ക് പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ കാര്യം തന്നെ ദിവസവും സംഭവിക്കുകയാണല്ലോ. ഒരേ കാര്യം ഒരു മാറ്റമില്ലാതെ ഈ കല്യാണത്തിൻ്റെ ദിവസം ഒരു മാറ്റമില്ലാതെ സംഭവിക്കുമ്പോൾ അത് ശരിക്കും ഒരു ലോൺലി ഫീലായിരിക്കും നൈൽസിന് ഉണ്ടാവുക. അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്യുമോ നൈൽസ്? അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ തന്നെ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? അതെങ്ങനെയായിരിക്കും നൈൽസിൻ്റെ ഈ ജീവിതത്തെ മാറ്റിമറിക്കുക? അതാണ് ബാക്കിയുള്ള സിനിമ. ഇത് ഭയങ്കര ഒരു സീരിയസ് മൂവിയൊന്നുമല്ല. മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഈ മൂവിയുടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഒട്ടും ബോറടിക്കാതെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണിത്. സിനിമയുടെ പോസിറ്റീവ്സ് നോക്കുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് ഈ 2 മെയിൻ ക്യാരക്ടേഴ്സിൻ്റെയും കോമഡിയുടെ ടൈമിംഗ് ആണ്. അത് ഈ 2 ആക്ടേഴ്സും ഒരുപാട് വർഷങ്ങളായി ചെയ്യുന്ന കോമഡി റോൾസ് തന്നെയാണ് അതിനുള്ള കാരണം. രണ്ടുപേരും വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഈ റോള് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു കെമിസ്ട്രി തന്നെയാണ് ഈ സിനിമയെ മനോഹരമാക്കുന്നത്. ഇത്രയും വലിയ ലൂപ്പ് എന്ന കോൺസെപ്റ്റ്
ഇത്ര കാഷ്വലായിട്ട് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്ത ആ ഒരു വ്യത്യസ്ത അപ്രോച്ചിനാണ് ഒരു അപ്രിസിയേഷൻ കൊടുക്കുന്നത്. വളരെ ഒരു വ്യത്യസ്തമായി തോന്നി അങ്ങനെ ചെയ്തത്. സിനിമ ഒരു റോം കോമ പോലെയാണ് പോകുന്നതെങ്കിലും ഇത്തരം കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ ആ റോം കോമിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. സിനിമ കാണുമ്പോൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം പറയാം. സയൻസ് ഫിക്ഷനാണ് സിനിമ സംസാരിക്കുന്നത്, എന്നാൽ റോം കോമിൻ്റെ ഒരു ഫോർമുലയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻഡിങ് ഇങ്ങനെ ആയിരിക്കാം എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. എന്നാൽ ഇത് രണ്ടും പോലെയല്ല ഈ സിനിമയുടെ എൻഡിങ്. റോം കോം അല്ലേ, അപ്പോൾ ഇങ്ങനെ ഒരു എൻഡിങ്ങിനെ വഴിയുള്ളൂ എന്നൊന്നും ആരും വിചാരിക്കണ്ട. അങ്ങനെയല്ല എൻഡിങ്. വേറെ നെഗറ്റീവായിട്ട് ഈ സിനിമയിൽ വേറെ ഒന്നും പറയാനില്ല. ഈ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. മല്ലു ഫ്ലിക്സിൻ്റെ ഇംപ്രഷൻ നോക്കാം. ബേസിക്കലി സിനിമ പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങൾ വളരെ വലുതാണ്. ഓരോ ആൾക്കാരും ജീവിതത്തിനെ അപ്രോച്ച് ചെയ്യുന്ന വിധമാണ്. നൈൽ എന്ന ക്യാരക്ടർ ജീവിതത്തിൽ എന്തു വന്നാലും അത് എൻ്റെ വിധിയാണെന്ന് കരുതി ഒന്നും തന്നെ ആ ലൈഫിൽ മാറ്റാൻ നിൽക്കാതെ ഉള്ള ലൈഫ് മാക്സിമം എൻജോയ് ചെയ്ത് പോകുന്ന ഒരാളാണ്. എന്നാൽ സാറ ആവട്ടെ നേരെ ഓപ്പോസിറ്റാണ്. ഒരിക്കലും സാറ്റിസ്ഫൈ ആവുന്നില്ല സാറ. എത്ര സ്നേഹവും ജീവിതത്തിൽ എന്തൊക്കെ കിട്ടിയാലും അതൊന്നും സാറ്റിസ്ഫൈ ആവുന്നില്ല സാറയ്ക്ക്. അത് പക്ഷേ സാറയുടെ ഒരു ഡാർക്ക് പാസ്റ്റ് ഉണ്ട് സാറയ്ക്ക്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പാസ്റ്റ് ഹോണ്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് സാറയുടേത്. ഇങ്ങനെ രണ്ട് എക്സ്ട്രീം ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്കാരാണ് ഇവിടെ ഒരുമിക്കാൻ നോക്കുന്നത്. അത് വരുത്തി വെക്കുന്ന കാര്യങ്ങൾ രസകരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ സിനിമയിൽ. ഒരു എൻ്റർടൈനർ മൂഡിൽ തന്നെയാണ് സിനിമയെങ്കിലും ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുന്നുണ്ട് ഈ സിനിമ. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ആ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റിലോട്ട് വരാം. നമ്മുടെ ട്രിവിയ സെക്ഷനിൽ, അതായത് 2020 നടന്ന സൺഡാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഈ ചിത്രം എക്സിബിറ്റ് ചെയ്തപ്പോൾ ഹൂലു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം റെക്കോർഡ് വിലയ്ക്കാണ് ഈ മൂവിയുടെ റൈറ്റ്സ് മേടിച്ചത്. $17.5 മില്യൺ ഈ സിനിമയുടെ റൈറ്റ്സ് ഹൂലു സ്വന്തമാക്കിയത്. ആൻഡി സാംബർഗിൻ്റെ ലോൺലി ഐലൻഡ് തന്നെയായിരുന്നു ഈ സിനിമയുടെയും പ്രൊഡ്യൂസർ. ഒരു സിനിമയ്ക്ക് സൺഡാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ കിട്ടുന്ന ഏറ്റവും വലിയ എമൗണ്ടിനാണ് ഈ സിനിമയുടെ റൈറ്റ്സ് വിറ്റുപോയത്, $17.5 മില്യൺ. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഈ സിനിമ കാണുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളോട് ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു എൻ്റർടൈനർ മൂവിയാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.